യെസ്, ഗുഡ് മോർണിംഗ്. നബിൽ സാർ തുടങ്ങിക്കോളൂ. 9:05. ഗുഡ് മോർണിംഗ് ഓൾ. സൺഡേ കരിയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അഭിരുചി തിരിച്ചറിഞ്ഞ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് സിജിയുടെ തന്നെ കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിട്ടുള്ള അഷ്കർ സാർ ആണുള്ളത്. അഷ്കർ സാറിനെ പ്രസന്റ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, സ്ലൈഡ് കാണുകയും എന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ നബീൽ? യെസ്. Yes, sir. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പ്രിയമുള്ള സിജി ഭാരവാഹികളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സിജി സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലുള്ള സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ് ഫ്രം ഹോം പരിപാടിയിലാണ് നാം ഉള്ളത്. എല്ലാ ഞായറാഴ്ചകളിലും സിജി ഈ രീതിയൊരു പ്രോഗ്രാം നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ മാസം SSLC +1 +2 പബ്ലിക് എക്സാം ആയതുകൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദെൻ ഇന്നത്തെ നമ്മുടെ പർപ്പസ് ഫസ്റ്റ് സിജിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്, വളരെ ഷോർട്ടായിട്ട്. ദെൻ അതിനുശേഷം കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. ഇന്നത്തെ സെഷന്റെ മെയിൻ പർപ്പസ് എന്താണ്, ആപ്റ്റിറ്റ്യൂഡും കരിയറും തമ്മിലുള്ള ബന്ധം എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, പ്രത്യേകിച്ച് CDAT എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അവസാനം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. 1 അവർ നീണ്ടു നിൽക്കുന്ന ഈ ഒരു സെഷന്റെ കണ്ടന്റ് ആണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് വരാം. സിജി കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ കേരളത്തിനകത്തും പുറത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു NGO ആണ്, സർക്കാർ ഇതര സ്ഥാപനം. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. പ്രത്യേകിച്ച് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽ. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്. സിജിയുടെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് കുറച്ച് വിശദീകരിച്ച് ഞാൻ പറയാണ്. അത് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ കരിയർ മേഖലയിൽ കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഗൈഡൻസ് നടത്തുന്ന സംവിധാനമാണ്, പ്രൊജക്റ്റ് ആണ്, ഡിപ്പാർട്ട്മെന്റ് ആണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ 4 പ്രൊജക്റ്റുകളുണ്ട്. അതിലെ ഫസ്റ്റ് പ്രൊജക്ടിന്റെ പേര് കരിയർ മിഷൻ എന്നുള്ളതാണ്. കരിയർ മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ സ്റ്റുഡന്റ് ലെഫ്റ്റ് അൺഗൈഡഡ് എന്നാണ്. ഒരു കുട്ടി പോലും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ മാർഗനിർദ്ദേശം ലഭിക്കാതെ, ഗൈഡൻസ് കിട്ടാതെ പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഉദ്ദേശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ ആക്ടിവിറ്റീസ് കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ, കരിയർ മിഷൻ പ്രൊജക്ട് കീഴിൽ സിജി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിജി ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് ചേവായൂർ ഓഫീസിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ഓഫീസിലും ഞായറാഴ്ച ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. ഇതിന് വ്യത്യസ്ത രീതിയിൽ വെബിനാറുകൾ നടത്തുന്നുണ്ട്. ഈ കരിയർ മിഷന്റെ ഭാഗമായിട്ട് പലരും അറിഞ്ഞിട്ടുണ്ടാവും, പങ്കെടുത്തിട്ടുണ്ടാവും. ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഏപ്രിൽ 7-ാം തീയതി വരെ വൈകുന്നേരം 8 മണിക്ക്, രാത്രി 8 മണിക്ക് എല്ലാ ദിവസങ്ങളിലും നമ്മൾ വ്യത്യസ്ത ടോപ്പിക്കുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു പ്രോഗ്രാമാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ് ഫ്രം ഹോം. അതിലാണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. ദെൻ കരിയർ മിഷന്റെ ഭാഗമായിട്ട് കോളേജ് കണക്ട് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ കണക്ട്, കരിയർ കണക്ട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ചെന്ന് കോഴ്സുകളെ കുറിച്ചും സ്ഥാപനങ്ങളെ കുറിച്ചും തൊഴിൽ സാധ്യതകളെ കുറിച്ചും മത്സര പരീക്ഷകളെ കുറിച്ചും ഒക്കെ വിവരിക്കും. അതുപോലെ തന്നെ കരിയർ അറ്റ് ഗ്രാസ് റൂട്ട് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. സിജിയെ അറിയുന്നവർ സിജിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം സിജിയെ വേണ്ട രീതിയിൽ അറിയാത്ത, എന്നാൽ സിജിയുടെ സേവനങ്ങൾ ലഭ്യമാവേണ്ട ഒരുപാട് ആൾക്കാർ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറകളിലുണ്ട്. അവിടെ ചെന്ന് നമ്മൾ പ്രോഗ്രാം നടത്തുന്നതിനെയാണ് കരിയർ അറ്റ് ഗ്രാസ് റൂട്ട് എന്ന് പറയുന്നത്. ഇതാണ് കരിയർ ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള 1-ാമത്തെ പ്രൊജക്ട്.
കരിയർ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള രണ്ടാമത്തെ പ്രൊജക്റ്റാണ് സി ഡാറ്റ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അത് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതിന്റെ മുന്നേ DCGC കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ഡിപ്ലോമ ഇൻ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഇതൊരു കോഴ്സാണ്. എന്നെ കേൾക്കുന്ന ഡിഗ്രി കഴിഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ 12ലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഡിഗ്രി ഉള്ള ആൾക്കാരാണെങ്കിൽ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മേഖലയിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സി ഹലോ സാർ, അഷ്കർ സാർ. അഷ്കർ സാറേ, അഷ്കർ സാർ. അഷ്കർ സാറിന്റെ നെറ്റ്വർക്ക് പോയി എന്നാണ്. ഹലോ, അഷ്കർ എന്റെ സാർ, പ്രസന്റേഷന് ഇഷ്യൂ ഉണ്ട്. വിഷയമുണ്ട്. ഇപ്പൊ പ്രസന്റേഷൻ കാണുന്നില്ല, കേൾക്കുന്നേ ഉള്ളൂ. ഹലോ, സ്ലൈഡ് കാണുന്നില്ല. ഇല്ല ഇല്ല, ഹലോ, സ്ലൈഡ് ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ല. എന്റെ ലാപ്ടോപ്പ് എന്തോ ഒരു കണക്ഷൻ ഇഷ്യൂ ഉണ്ട്. ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഞാൻ റീജോയിൻ ചെയ്യുന്നുണ്ട്. സോറി. ജസ്റ്റ് 1 മിനിറ്റ്. സോറി, ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലെ നബീൽ? ഓക്കെ ഓക്കെ, ഇപ്പൊ റെഡിയാണ്. ഓക്കെ ഓക്കെ, യെസ്. ദെൻ മറ്റ് ഒരു പ്രൊജക്റ്റാണ് TNC, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വ്യത്യസ്ത ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ആക്ടിവിറ്റി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. സ്റ്റുഡന്റ് വർക്ക്ഷോപ്പുകളാണത്. സ്റ്റുഡന്റ് വർക്ക്ഷോപ്പ് പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്താണ് നമ്മൾ നടത്തുന്നത്, ഏപ്രിൽ മെയ് മാസങ്ങളിൽ. 3ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ ക്യാമ്പാണിത്. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് cg.org എന്ന വെബ്സൈറ്റിൽ നിന്നും കാണാൻ പറ്റും. നിങ്ങൾ ക്യാമ്പുമായി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഷ്കർ സാർ, Then കുറച്ച് സ്ലൈഡുകൾ മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം സ്ലൈഡ് കാണുന്നില്ല.
അതല്ല കണക്ഷൻ നമ്മൾ പോയ ഡി സമയം സി ജി സി എന്ന ടോപ്പിക്കിൽ നിന്നപ്പോഴാണ് പോയത്. ഡി സി ജി സി അതിനുശേഷം ഞാൻ പബ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. സിജിയുടെ ഹാൻഡ് ബുക്കുകളെ കുറിച്ച് നോ പ്രോബ്ലം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. ആപ്റ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിന് മുന്നേ ഒരു പൊതുവായ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കരിയർ പ്ലാനിങ് എന്ത് എന്നുള്ളതാണ്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു മാച്ചിങ് പ്രോസസ്സാണ്. അതിൽ നമ്മൾ മാച്ച് ചെയ്യുന്ന കാര്യം കരിയർ ഗോൾ, കുട്ടിയുടെ താല്പര്യവും ദെൻ കേപ്പബിലിറ്റീസ്, കുട്ടികളുടെ കഴിവും ആണ്. ഈ ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു മാച്ചിങ് പ്രോസസ്സാണ്. എന്താണ് അതിൽ മാച്ച് ചെയ്യേണ്ടത്? കരിയർ ഗോൾ, കുട്ടിയുടെ ജോലിയോടുള്ള താല്പര്യം, ജോലി, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ള ഇഷ്ടം. ദെൻ ഏതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്? കേപ്പബിലിറ്റീസ്, ആപ്റ്റിറ്റ്യൂഡ്, കഴിവ്. അപ്പോൾ താല്പര്യം ഉണ്ട് ഒരു കുട്ടിക്ക് ഒരു മേഖലയോട്. ഫോർ എക്സാമ്പിൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അക്കൗണ്ടന്റ് ആവണം, ജേർണലിസ്റ്റ് ആവണം, ടീച്ചർ ആവണം. ദെൻ രണ്ടാമത് നോക്കേണ്ടത് കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ആ കഴിവ് ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാനുള്ള ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. അതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താണ് ആപ്റ്റിറ്റ്യൂഡ്? ഇൻബോൺ എബിലിറ്റി ടു ഡു സംതിങ്. നമ്മൾ സാധാരണ പറയാറുണ്ട് ജന്മനാ ഉള്ള കഴിവ്. ഓക്കെ, ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ തിളങ്ങാൻ പറ്റുള്ളൂ. തിളങ്ങിയാൽ മാത്രമേ നമുക്ക് സാധ്യതകളുള്ളൂ. നമ്മളൊരു മേഖലയിൽ തിളങ്ങിയിട്ടില്ലെങ്കിൽ, ഷൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ശോഭിച്ചിട്ടില്ലെങ്കിൽ, എക്സൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു മേഖലയിൽ സ്കോപ്പ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദെൻ നമ്മൾ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും മാച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. പലപ്പോഴും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒരുപോലെ ആൾക്കാർ കാണാറുണ്ട്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണെങ്കിലും രണ്ടും വളരെ വ്യത്യസ്തമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു മേഖലയോട് താല്പര്യം ഉണ്ടെങ്കിൽ ആ മേഖലയിൽ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, കഴിവുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെപ്പോഴും മാച്ച് ആയിക്കൊള്ളണമെന്നില്ല. ആ മാച്ച് ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് കരിയറിൽ സക്സസ് ഉണ്ടാവുന്നത്. ആ മാച്ച് ഉണ്ടാവണമെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ്, എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നേച്ചുറൽ ആയ ഒരു സംഗതിയാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇഷ്ടം മാത്രമാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇൻബോൺ ആണ്, ജന്മനാ ഉള്ള കഴിവാണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഇമോഷണൽ പ്രിഫറൻസ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് കഴിവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഇൻട്രസ്റ്റ് പാഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രണ്ടും ഒന്നിച്ച് വരുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? കരിയർ പ്ലാൻ ചെയ്യണം, അഥവാ ഗോൾ സെറ്റ് ചെയ്യണം. ദെൻ എന്താണ് ആപ്റ്റിറ്റ്യൂഡും കരിയറും തമ്മിലുള്ള ബന്ധം? ഒരു ആപ്റ്റിറ്റ്യൂഡാണ് ഒരാളെ ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അക്കൗണ്ടന്റ് ആവണോ, ജേർണലിസ്റ്റ് ആവണോ, ടീച്ചർ ആവണോ എന്ന് തീരുമാനിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡിലെ വ്യത്യസ്തതക്കനുസരിച്ച് ഓരോരുത്തരുടെയും കരിയർ സെലക്ഷനും വ്യത്യസ്തമായിരിക്കണം. ദെൻ നമുക്ക് കരിയർ പ്ലാനിങ്ങിൽ ഏതെല്ലാം രീതിയിൽ ആപ്റ്റിറ്റ്യൂഡ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റൈറ്റ് കരിയർ ചോയ്സ്. ഒരു കുട്ടിയുടെ ജന്മനാ ഉള്ള കഴിവ് തിരിച്ചറിഞ്ഞാൽ അയാൾക്ക് ശരിയായ കരിയർ ചൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ ചൂസ് ചെയ്ത മേഖലയിൽ കാര്യക്ഷമമായി പഠനം നടത്താൻ അയാൾക്ക് കഴിവ് കൊണ്ട് സഹായിക്കും. അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുത്താൽ ബെറ്റർ പെർഫോമൻസ് സാധ്യമാണ്. ബെറ്റർ പെർഫോമൻസ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ജോബ് സാറ്റിസ്ഫാക്ഷനൂടെ നമുക്ക് പേഴ്സണൽ ഗ്രോത്ത്, സ്വയം വളർച്ചയ്ക്കൊക്കെ സഹായിക്കും. അതുകൊണ്ട് താല്പര്യം മാത്രം നോക്കി കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കരുത്. കഴിവും കൂടെ നോക്കിയിട്ടാണ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കേണ്ടത്. ആ കഴിവ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊണ്ട് നമുക്ക് സാധ്യമാവുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ അതൊരു ടെസ്റ്റാണ്, എക്സാം ആണ്. പക്ഷെ നമ്മൾ സാധാരണ കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു എക്സാം അല്ല ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എക്സാം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരിക, ഒരു നിശ്ചിത സിലബസ് പ്രകാരം ക്ലാസ് എടുക്കുന്നു, നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, ഒരു നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നിശ്ചിത ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നു. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വ്യത്യസ്തമായ കഴിവുകൾ അളക്കുന്നുണ്ട്. ചില ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൊക്കെ ഒറ്റ റിസൾട്ടേ ഉണ്ടാവുള്ളൂ മൊത്തത്തിൽ. അതേസമയം ആപ്റ്റിറ്റ്യൂഡ് വ്യത്യസ്ത കോമ്പണൻസ് അളന്നിട്ട് ഓരോ കോമ്പണന്റെയും സ്കോർ എത്ര എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജനറൽ ഐഡിയ ആണ് തരുന്നത് എങ്കിൽ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈ പൊതുവായ കഴിവിനെ വ്യത്യസ്ത ഭാഗങ്ങളാക്കി തിരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, വിവരം തരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിജി ചെയ്തുകൊണ്ടിരിക്കുന്ന സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിഡാറ്റ് എന്ന് പറഞ്ഞാൽ സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ്. സിജിക്ക് ഒരു ഫുൾ ഫോം ഉണ്ട്, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ. ദെൻ ഇത് 2007 ഡെവലപ്പ് ചെയ്തത്. ഒക്കെയാണ് ഇതിന്റെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വർക്കുകൾ ചെയ്തത്. ഏകദേശം 3000-ഓളം സ്റ്റുഡൻസിൽ സ്റ്റാൻഡർഡൈസ് ചെയ്താണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. പെൻ ആൻഡ് പേപ്പർ രീതിയിലായിരുന്നു ഡെവലപ്പ് ചെയ്തത്. 2021 മുതൽ ഇത് കംപ്ലീറ്റ് ഓൺലൈനിലാണ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാമിനേഷൻ, ജസ്റ്റ് എ കരിയർ ഹെൽത്ത് സ്കാനിങ്. നമ്മൾ സാധാരണ ശീലിച്ച 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ പൊതുപരീക്ഷ പോലെയുള്ള ഒരു എക്സാമിനേഷൻ അല്ല ഇത്. ഇതൊരു ഹെൽത്ത് കരിയർ സ്കാനിങ് ആണ്. ഒരു ഡോക്ടർ എങ്ങനെ സ്കാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഒരു കരിയർ കൗൺസിലർ ഒരു കുട്ടിയുടെ കഴിവ് ഏതെല്ലാം മേഖലകളിലാണ്, ഒരു കുട്ടിയുടെ കഴിവ് ഏതെല്ലാം മേഖലകളിലാണ് കുറവ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഗൈഡൻസ് കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സിഡാറ്റ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വിന്നേഴ്സ് എന്നൊന്നില്ല, ലൂസേഴ്സ് തോറ്റവർ എന്നൊന്നില്ല, ഹൈ മാർക്ക് എന്നൊന്നില്ല, ലോ മാർക്ക് എന്നൊന്നില്ല. ഓരോരുത്തരുടെയും ഇൻഹറന്റ് ആയ സ്ട്രെങ്ത് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. ഏതെല്ലാം മേഖലകളിൽ ഈ കുട്ടിക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും, തിളങ്ങാൻ പറ്റും, പ്രവർത്തിക്കാൻ പറ്റും, ഏതെല്ലാം മേഖലയിലാണ് ഈ ഒരു കുട്ടിക്ക് കൂടുതൽ തിളങ്ങാൻ പറ്റാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും ആവശ്യവുമില്ല. 10ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 11ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ കഴിഞ്ഞ ഒരു കുട്ടിക്ക് വന്ന് വളരെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും ആണെന്ന് നോക്കാം. 3 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രീ ടെസ്റ്റ് ആണ്, ടെസ്റ്റിന് മുന്നേ ഉള്ള സ്റ്റേജ്. സെക്കൻഡ് വൺ ടെസ്റ്റ് ആണ്, ആക്ച്വൽ ടെസ്റ്റ്. ദെൻ അതിനുശേഷമുള്ള കൗൺസിലിംഗ് ആണ്. ഈ 3 സ്റ്റേജ് നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രോസസ്സാണ് സിഡാറ്റ്, സിജി ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ദെൻ ഒന്നാമത്തത് പ്രീ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ആക്ച്വൽ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു ഓറിയന്റേഷൻ കിട്ടും. അതിൽ എന്താണ് കരിയർ പ്ലാനിങ്, എന്താണ് ജോബും കരിയറും തമ്മിലുള്ള വ്യത്യാസം, ഒരു ജോബ് തിരഞ്ഞെടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് പ്രീ ടെസ്റ്റ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ആക്ച്വൽ ടെസ്റ്റ്. ഓക്കെ, വെർബൽ ദെൻ നോൺ വെർബൽ. ഓക്കെ, അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകളുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ നോൺ വെർബൽ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള സംഗതികളൊക്കെ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഏകദേശം 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ ടെസ്റ്റാണ് സിഡാറ്റ്. ഈ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാം ഒക്കെ പൊതുവെ നമുക്ക് ശീലിച്ചത് സമയമായാൽ ഒരു ഹാളിൽ കയറി 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ എക്സാം എഴുതി കഴിയുന്ന രീതിയാണ് കണ്ടിന്യൂസ് ആയിട്ട്. അതേസമയം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അങ്ങനെയല്ല. ഓരോ ടെസ്റ്റ് കഴിയുന്ന സമയത്തും നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻസ്, അതുപോലെ തന്നെ മുന്നേ എഴുതിയ ടെസ്റ്റിന്റെ ക്യാരി ഓവർ എഫക്റ്റ് ഒക്കെ ഒഴിവാക്കാനുള്ള ചെറിയ ആക്ടിവിറ്റീസ്, ഗെയിമുകളൊക്കെ ഈ ടെസ്റ്റുകൾക്കിടക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ 7 മേഖലകളിലാണ് സിജിയുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കുട്ടികളുടെ കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വെർബൽ റീസണിങ് ഉണ്ട്, അബ്സ്ട്രാക്ട് ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സ്പേഷ്യൽ ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജിൽ തന്നെ 2 എണ്ണം ഉണ്ട്, സ്പെല്ലിങ്ങും സെന്റൻസും. ഒന്നാമത്തത് വെർബൽ റീസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ വായിച്ചെടുക്കാനും അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുട്ടിക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഭാഷകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരുപാട് കരിയർ സാധ്യതകളുണ്ട്, പ്രത്യേകിച്ച് ടീച്ചിങ്, ജേർണലിസം, അവിടേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോമ്പണന്റ് നല്ല രീതിയിൽ വേണം. മറ്റൊന്ന് അബ്സ്ട്രാക്ട് റീസണിങ് ആണ്. കാര്യകാരണ ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ അല്ലേ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് നമ്മൾ ഒരു 5 വർഷത്തെ ഡാറ്റ കൊടുത്തു, അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വർഷം എന്തായിരിക്കും എന്നൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് അബ്സ്ട്രാക്ട് റീസണിങ് എന്ന് പറയുന്നത്.
ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചു പഠിക്കാനുള്ള ഇൻ ഡെപ്ത് പഠനം, ഗവേഷണ സ്വഭാവമൊക്കെ ആവശ്യമുള്ള മേഖലയിലേക്ക് വരാൻ ഈ ടെസ്റ്റ് റിസൾട്ട് കൂടുതലായിട്ട് ഉണ്ടായിരിക്കണം. മറ്റൊന്നാണ് ന്യൂമറിക്കൽ എബിലിറ്റി, മാത്തമെറ്റിക്കൽ സ്കിൽ പറയേണ്ടതില്ലല്ലോ. ഏറെക്കുറെ ഏത് മേഖലയിലേക്ക് പോകുന്ന സമയത്ത് മാത്സ് വേണം, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ് തുടങ്ങിയ മേഖലയിലേക്ക്. മറ്റൊന്നാണ് മെക്കാനിക്കൽ റീസണിങ്, മെഷീൻസിന്റെ പാർട്ടൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അറിയാനുള്ള കഴിവാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഒരാൾക്കൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ഒക്കെ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ കോമ്പണന്റ് നല്ല രീതിയിൽ വേണം. മറ്റൊന്ന് സ്പേസ് റീസണിങ് ആണ്. ഇമാജിനേഷൻ പവർ ചെക്ക് ചെയ്ത് കാര്യങ്ങൾ ഭാവനയിൽ കാണുക, പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക. ഒരാൾക്ക് ഒരു ആർക്കിടെക്ട് ആവണം, ഡിസൈനർ ആവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കോമ്പണന്റ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം. ദെൻ മറ്റൊന്ന് ലാംഗ്വേജ് ആണ്, ഭാഷയിലെ കഴിവാണ് ചെക്ക് ചെയ്യുന്നത്. ഭാഷകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരുപാട് കരിയർ സാധ്യതകളുണ്ട്. ടീച്ചിങ് ഉണ്ട്, ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ട്, ലീഗൽ സ്റ്റഡീസ്, നിയമപഠനമുണ്ട്. അവിടേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മേഖലയിൽ കൂടുതലായിട്ട് കഴിവുകൾ ഉണ്ടായിരിക്കണം. ഇതാണ് ടെസ്റ്റിൽ നടത്തുന്നത്. ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് ഉണ്ടാവും, ഒരു ബാർ ഡയഗ്രാം ആണ് കിട്ടുക. ആ ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ച് ഒരു ഇൻഡിവിജ്വൽ ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് ഉണ്ടാവും വിദ്യാർത്ഥിക്ക് രക്ഷിതാക്കൾ സഹിതം. ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ്, ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്. ഓക്കെ, സോ പ്രീ ടെസ്റ്റ്, ടെസ്റ്റിന്റെ മുന്നേ പറയുന്ന കാര്യങ്ങളാണ്. ടെസ്റ്റ് 7 മേഖലയിൽ നടത്തുന്ന രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ടെസ്റ്റ് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ താല്പര്യം കണ്ടെത്തി അവിടേക്ക് കഴിവുണ്ട് എന്ന കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ടെസ്റ്റ് എഴുതണമെന്ന് ഞാൻ പറയില്ല. അതേസമയം ഒരു കുട്ടിക്ക് ഒരു മേഖലയിൽ താല്പര്യമുണ്ട്, ഫോർ എക്സാമ്പിൾ എഞ്ചിനീയർ ആവണം, അപ്പൊ എനിക്ക് IIT-യിൽ കിട്ടാൻ മാത്രം കഴിവുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു NIT-യിലായിരിക്കുമോ കിട്ടുക, അതുമല്ല എനിക്കൊരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരിക്കുമോ കിട്ടുക, അതും കിട്ടില്ല, ഞാൻ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പോവേണ്ടി വരുമോ എന്നൊക്കെ ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ കറക്റ്റ് ആയിട്ട് അവരുടെ കഴിവ് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇൻട്രസ്റ്റ് തിരിച്ചറിയുക, ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിയുക. ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കരിയർ ഗോൾ സെറ്റ് ചെയ്യുക, ദെൻ എഫേർട്ട് എടുക്കുക, മുന്നോട്ട് പോവുക. ആ കാര്യം കൂടെ ശ്രദ്ധിക്കണേ. താല്പര്യമുണ്ട്, കഴിവില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതുപോലെ തന്നെ പ്രശ്നമാണ് കഴിവുണ്ട് താല്പര്യമില്ലെങ്കിലും. ഇനി താല്പര്യവും കഴിവും ഉണ്ടെന്ന് വിചാരിക്കുക, എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ രക്ഷയില്ല. ശ്രദ്ധിക്കണം, എഫേർട്ട് എടുത്തിട്ടില്ലെങ്കിൽ രക്ഷയില്ല. അതുകൊണ്ട് താല്പര്യവും കഴിവും എഫേർട്ടും ഒന്നിച്ചു വന്നാൽ എല്ലാറ്റിനും സാധ്യതകളുണ്ട്, സ്കോപ്പ് ഉണ്ട്. ഇത് മാച്ച് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ, ഈ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും എഫേർട്ടും മിസ്മാച്ച് സംഭവിച്ചാൽ സാധ്യതയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം, കരിയർ പ്ലാൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ ടെസ്റ്റിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക, ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇവിടെ നോക്കുക, ഒരാൾ ഒരു ടെസ്റ്റ് നടത്തുകയാണ്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാക്കയെയും കുരങ്ങിനെയും പെൻഗിനെയും ആനയെയും മീനെയും ഒക്കെ കാണാൻ പറ്റും. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ടെസ്റ്റാണ് നടത്തുന്നത്, മരത്തുമ്മൽ കാരണം. ഓക്കെ, അപ്പം ഈ മരത്തുമ്മൽ കയറുക എന്നുള്ള ടെസ്റ്റ് എല്ലാവർക്കും കൊടുത്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ കഴിവുള്ള ആളാണ്, കഴിവില്ലാത്ത ആളാണ് എന്ന് പറയുന്നത് പൊട്ടത്തരാണ്. ഓക്കെ, മരത്തിൽ കയറുക എന്ന ടെസ്റ്റ് കുരങ്ങൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, മീൻ അത് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് മീൻ കഴിവില്ലാത്ത ആളാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഓരോ കുട്ടിയും ജീനിയസ് ആണ്. Everybody is a genius. But if you judge a fish by its ability to climb a tree, it will live its whole life believing that it is stupid. ഒരു മീനിനോട് നമ്മൾ മരം കയറാൻ പറഞ്ഞു, മരം കയറാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മീനൊരു പൊട്ടനാണ്, മണ്ടനാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം പൊട്ടത്തരമാണോ അതേ പൊട്ടത്തരം തന്നെയാണ് കുട്ടികളുടെ കേസിലും. ഓക്കെ, ഓരോ കുട്ടിയും യുണീക്കാണ്, അനന്യമാണ്. ഓക്കെ, ജീനിയസ് ആണ്. ആ കഴിവ് ഏത് മേഖലയിലാണോ അത് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് നടത്തി ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് കുറച്ച് കുറവാണെന്ന് കണ്ടാൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. പലപ്പോഴും രക്ഷിതാക്കളൊക്കെ ചെയ്യുക നേരെ തിരിച്ച. ഒരു കുട്ടിക്ക് മാത്സ് കുറച്ച് കഴിവ് കുറവാണെന്ന് അറിഞ്ഞാൽ മാത്സിന് 2 ട്യൂഷൻ ഏർപ്പാട് ചെയ്യും. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. മാത്സ് കുറച്ച് കഴിവ് കുറവാണെങ്കിൽ, ലാംഗ്വേജ് കുറച്ച് കഴിവ് കൂടുതലാണെങ്കിൽ, കഴിവ് കുറച്ച് അധികമുള്ള ഇടത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. കഴിവ് കുറവിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം, പക്ഷെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ സെന്റൻസിൽ നിന്നും ആൽബർട്ട് ഐൻസ്റ്റീന്റെ വേർഡിങ്സിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അർത്ഥത്തിൽ കരിയർ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഇൻട്രസ്റ്റ് തിരിച്ചറിഞ്ഞ്, ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിഞ്ഞ്, ഗോള് സെറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് എല്ലാവരും മുന്നോട്ട് പോവുക.
വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു അക്കാദമിക് ലൈഫ് ദെൻ കരിയർ ലൈഫ് ഒക്കെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. CGCareer.com എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കംപ്ലീറ്റ് ഓൺലൈനിലാണ് ടെസ്റ്റും രജിസ്ട്രേഷനും പേയ്മെന്റും കൗൺസലിങ്ങും. ഓക്കെ, ടെസ്റ്റ് 1800 രൂപയാണ് ചാർജ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദിവസം ഈ സൈറ്റിലൂടെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയവും ഇഷ്ടപ്പെട്ട ദിവസവും കൗൺസിലിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. കൗൺസിലിംഗ് ആർക്കെങ്കിലും നേരിട്ട് ആവശ്യമുണ്ടെങ്കിൽ കോഴിക്കോട് ചേവായൂർ CG ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നാൽ മതി. അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ ഓഫീസിലും വന്നാൽ മതി. ഞങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഓൺലൈൻ കൗൺസിലിങ്ങിനാണ്, സൂം വഴി. കാരണം ഒന്ന്, പീക്ക് ടൈം ആയതുകൊണ്ട് ഓരോ ദിവസവും ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. എല്ലാവർക്കും CGയുടെ ഓഫീസിൽ വന്ന് ഫേസ് ടു ഫേസ് കൗൺസിലിങ്ങിന് പ്രായോഗികമല്ല. അതുകൊണ്ട് CGയുടെ അടുത്തൊക്കെ ഉള്ള ആൾക്കാർ നേരിട്ട് വരാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെ ആവാം. ദൂരെയുള്ളക്കാരാണെങ്കിൽ പ്രയാസപ്പെട്ട് വരേണ്ടതില്ല. മാത്രമല്ല, ചിലപ്പോൾ പാരൻസ് ഒക്കെ ഗൾഫിലുള്ളവരും നാട്ടിലുള്ളവരും 2 സ്ഥലങ്ങളിലായിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാനൊക്കെ കുറച്ചും കൂടെ നല്ലത് ഓൺലൈൻ കൗൺസിലിംഗ് ആയിരിക്കും. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ നമ്പർ 98 46 26 23 98 എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കോൺടാക്ട് ചെയ്യാം. ഇനി ഇപ്പോൾ ഈ ഒരു പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രസന്റേഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഇനി ആരെങ്കിലും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് കോർഡിനേറ്റർ ഒന്ന് വായിച്ചാൽ ആ രീതിയിലും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുന്നതാണ് നല്ലത്. കാരണം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനൊക്കെ അത് സഹായിക്കും. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. Morning. ഇപ്പം ഇത് 9ാം ക്ലാസ് മുതൽ ഉണ്ടല്ലോ സാർ, അല്ലേ? യെസ്. 10, 10, 12. എന്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ ഇപ്പൊ ഒരു 12 നമ്മൾ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ, ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റമില്ല അല്ലേ? ഇല്ല ഇല്ല ഡിഫറെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഇല്ല. ഇല്ല. യെസ്. അപ്പൊ അത് കൗൺസിൽ ചെയ്യുന്ന ആൾക്കാർ ധാരണ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യന്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അതിന്റെ ഗസ്സിംഗ് ഫാക്ടർ എന്താണ്, അതുപോലെ തന്നെ ടെസ്റ്റ് എഴുതിയ കുട്ടിയുടെ സ്റ്റാൻഡേർഡ് ഏത് എന്നൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ക്ലാസ് അതിനനുസരിച്ചായിരിക്കും കൗൺസിലർ സംസാരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് റിസൾട്ട് കണ്ടാൽ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആൾക്കൊന്നുമേ മനസ്സിലാവൂല. ഈ ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാം ആ കുട്ടിയെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്യും. ഒരു ബാർ ഡയഗ്രാമാണ് റിസൾട്ട് ഉണ്ടാവുക. ആ ബാർ ഡയഗ്രത്തിൽ 7 ബാറുകൾ ഉണ്ടാവും. ആ ബാറുകളുടെ ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചാണ് കുട്ടിക്ക് ഏതെല്ലാം മേഖലകളിൽ തിളങ്ങാൻ പറ്റും, ഏതെല്ലാം മേഖലയിൽ പോകുന്നതാണ് നല്ലത്, ഏതെല്ലാം മേഖലയിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയാൻ പറ്റും. സാറ് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് വരിക. അപ്പൊ Yes. സ്വാഭാവികമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏത് ഒരു 10ാം മേഖലയിലാണ് ക്ലാസ്സിലെ നമ്മൾ കുട്ടിയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ കുട്ടി സ്വാഭാവികമായിട്ടും പഠിച്ചിരിക്കുന്ന സംഗതികളായിരിക്കും അതിൽ വരിക. അതിൽ അപ്പം പ്രയോറിറ്റി ഒരു കണ്ടെത്താൻ ലാംഗ്വേജ് ഒരാൾക്ക് നല്ല സ്കോർ ഉണ്ട്, മാത്സ് സ്കോർ കുറവാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കുട്ടി രണ്ടിനും പ്രത്യേകിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിലെ വ്യത്യസ്ത സ്കോറാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കുട്ടിക്ക് ഇൻബോൺ ആയിട്ട് ഒരു മേഖലയിൽ കഴിവുണ്ട്, ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് വേറൊരു മേഖലയിൽ ഇൻബോൺ ആയിട്ട് കഴിവ് കുറച്ച് കുറവാണ് എന്നാണ്. ഇനി രണ്ടിലും സ്കോർ നല്ല രീതിയിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ കുട്ടിക്ക് ഈ 2 മേഖലയിലും കപ്പാസിറ്റി ഉണ്ട്, കപ്പാസിറ്റി ആ മേഖലയിൽ വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. ഒരു കുട്ടി പ്രത്യേകിച്ച് ഒരു മേഖലയിലും ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ല എന്നപ്പോൾ ചിലപ്പോൾ ചില കരിയർ ഗൈഡുമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയും സീഡാറ്റ് എഴുതിക്കോളൂ തീരുമാനമാവുമെന്ന് പറയും. അങ്ങനെ തീരുമാനം എടുക്കുന്നതിൽ പരിമിതിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ താല്പര്യം പറഞ്ഞിട്ട് കഴിവുണ്ടോ അല്ലേ നോക്കുന്നതാണ് നല്ല വഴി. കാരണം താല്പര്യം പറഞ്ഞു, അവിടേക്ക് കഴിവുണ്ടോ അല്ലേ എന്ന് ടെസ്റ്റ് പറഞ്ഞു. കഴിവുണ്ടെങ്കിൽ ആ മേഖലയിലെ കോഴ്സുകളും സ്ഥാപനങ്ങളും മാത്രം സംസാരിച്ചാൽ മതി. കഴിവില്ലെങ്കിൽ നമുക്ക് അവിടേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാൻ പറ്റും. ഇനി കുട്ടി താല്പര്യം പറഞ്ഞു, കഴിവില്ലെങ്കിൽ പോവാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതെല്ലാം മേഖലയിൽ കഴിവ് കാണിക്കുന്നുണ്ട് എന്ന് കൂടെ പറയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കുട്ടി താല്പര്യം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ അവിടെ വിഷയം എന്താന്ന് വെച്ചാൽ കഴിവ് തിരിച്ചറിഞ്ഞ്
താല്പര്യം ഉണ്ടല്ലേ നോക്കുമ്പോൾ കഴിവ് തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പറയാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സയൻസ് പഠിച്ചിറങ്ങിയ +2 കഴിഞ്ഞ ഒരു കുട്ടി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി, ഈ പറഞ്ഞ 7 മേഖലയിലും നല്ല സ്കോർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടി പ്രത്യേകിച്ച് ഒരു മേഖലയോടും താല്പര്യം ഒന്നും പറയുന്നില്ലെങ്കിൽ അവിടെ ചെറിയൊരു പ്രയാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ സയൻസുമായിട്ട് മുന്നോട്ട് പോവാം. മെഡിക്കൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, മെഡിക്കൽ അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻസ് ഉണ്ട്, സാധാ സയൻസ് ഉണ്ട്. ദെൻ ഈ കുട്ടിക്ക് സയൻസ് പഠിക്കാൻ നല്ല കഴിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൊമേഴ്സിലേക്കൊക്കെ പോകാനുള്ള കഴിവുണ്ടാവും. അവിടെ അക്കൗണ്ടിങ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, CA ഉണ്ട്, CS ഉണ്ട്, CMA ഉണ്ട്. ദെൻ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയിലേക്ക് പോകാൻ പറ്റും. അവിടെ ടീച്ചിങ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ട് എന്ന് പറഞ്ഞു പോയാൽ ഒരുപക്ഷെ ഈ കുട്ടി സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, താല്പര്യം തിരിച്ചറിഞ്ഞ് കഴിവുണ്ടോ അല്ലേ നോക്കുന്നതാണ് നല്ലത്. ഇനി ഒരു കുട്ടിക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കഴിവ് തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ താല്പര്യമുണ്ടോ എന്ന് നോക്കുകയും ആവാം. രണ്ടും വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ടിലും നടക്കുന്ന പ്രോസസ് സെയിം ആണ്. ഒന്ന് ആദ്യം ഇൻട്രസ്റ്റ് നോക്കുന്നു, രണ്ടാമത് ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്നു. മറ്റൊന്നിൽ ആദ്യം ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്നു, രണ്ടാമത് ഇൻട്രസ്റ്റ് നോക്കുന്നു. വേറെന്താ? സർ, ഹലോ. യെസ്, കേൾക്കുന്നുണ്ട്. ഒരു കുട്ടി ഒരു സ്പെസിഫിക് ഏരിയയിൽ താല്പര്യം പറഞ്ഞു, ടെസ്റ്റ് നടത്തുമ്പോൾ അത് വേറെ ഏരിയയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും. വേറെ ഏരിയയിലേക്ക്? അത് കുട്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ആ കുട്ടി പറഞ്ഞ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അങ്ങനെ റിസൾട്ട് വരാറുണ്ടോ? അത് വരുമല്ലോ, ഉറപ്പ് തന്നെയല്ലേ. അതുകൊണ്ടാണല്ലോ ഈ ടെസ്റ്റിന് പ്രസക്തി ഉണ്ടാവുന്നത്. അപ്പൊ ഒരു അവിടെ കുട്ടി മെഡിക്കൽ മേഖല ഇഷ്ടപ്പെട്ടു, ഫോർ എക്സാമ്പിൾ. പക്ഷേ ഓക്കെ, സോറി, ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ ഏരിയയിൽ അത്ര മാർക്ക് കാണുന്നില്ല, അങ്ങനെ വരാറുണ്ടോ? അങ്ങനെ വരുമല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ടെസ്റ്റിന് പ്രസക്തി ഉള്ളത്. എന്ന് പറഞ്ഞാൽ താല്പര്യവും കഴിവും മാച്ച് ചെയ്യാത്ത കേസുകൾ ഉണ്ടാവും. യെസ്. ഒരു കുട്ടിക്ക് ഡോക്ടർ ആവണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈ 7 ടെസ്റ്റ് നടത്തിയാൽ അതിൽ 3 നല്ല സ്കോർ നിർബന്ധമായിട്ട് ഉണ്ടാവണം. ഒന്ന് സെക്കൻഡ് ടെസ്റ്റ് അബ്സ്ട്രാക്ട് റീസണിങ്ങും, മറ്റൊന്ന് മൂന്നാമത്തെ ടെസ്റ്റ് ന്യൂമറിക്കലും, മറ്റൊന്ന് 5ാമത്തെ ടെസ്റ്റ് സ്പേസ് റീസണിങ്ങുമാണ്. അബ്സ്ട്രാക്ട്, ന്യൂമറിക്കൽ, സ്പേസ്. ഈ കുട്ടിക്ക് ഇതിൽ നല്ല സ്കോർ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് സയൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാമെന്ന് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റും. സയൻസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ എന്ന് പൊതുവായിട്ട് പറയുമ്പോൾ തന്നെ ഓരോന്നിലും വ്യത്യാസമുണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഓരോ കേസിലും. പൊതുവായിട്ട് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് മെഡിക്കലിന് പോകാൻ കഴിവുണ്ട്, എഞ്ചിനീയറിങ്ങിനും കഴിവുണ്ട്, അല്ലെങ്കിൽ അലൈഡ് ഹെൽത്തിനും കഴിവുണ്ട്, സാധാ സയൻസിനും ഒക്കെ കഴിവുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പൊതുവായിട്ട് പറയാൻ പറ്റും ടെസ്റ്റ് റിസൾട്ട് വെച്ചിട്ട്. പക്ഷെ പൊതുവായിട്ട് പറയുന്ന സമയത്തും ഓരോന്നിലും വ്യത്യസ്ത രീതിയിൽ അത് വീണ്ടും വീണ്ടും മുറിച്ച് പറയണം. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് മെഡിക്കലിന് കഴിവുണ്ട് എന്ന് വിചാരിക്കുക, ഓക്കെ. അതേസമയം മെഡിക്കലിന് സാധ്യത കിട്ടുന്നത് പോലെ അല്ല എഞ്ചിനീയറിങ്ങിനുള്ള സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിക്കലിന് ആകെ ഒരു എൻട്രൻസ് എക്സാമിനേഷനേ ഉള്ളൂ. അപ്പൊ അവിടെ ടൈറ്റ് കൂടും. ഓക്കെ. അതേസമയം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്, ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്. മെഡിക്കലിന് സ്ഥാപനങ്ങൾ കുറവാണ്, അതേസമയം എഞ്ചിനീയറിംഗിന് സ്ഥാപനങ്ങൾ കൂടുതലാണ്. ഓക്കെ. മെഡിക്കലിന് സീറ്റുകൾ ഒഴിഞ്ഞിടക്കുന്നൊന്നുമില്ല. ദെൻ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരുപാട് സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ദെൻ മെഡിക്കലിനാണെങ്കിൽ ഗവൺമെന്റിൽ അഡ്മിഷൻ കിട്ടിയാൽ ഓക്കെ, ഏകദേശം 30,000 രൂപ ഫീസ് ഒരു വർഷം. ഗവൺമെന്റ് സീറ്റ് പ്രൈവറ്റിലാണോ കിട്ടുന്നതെങ്കിൽ 9-10 ലക്ഷമാണ് ഒരു വർഷത്തെ ഫീസ്. അങ്ങനെ MBBSന് 4.5 വർഷം എന്ന് പറഞ്ഞാൽ 45 ലക്ഷം കൊടുക്കണം. എഞ്ചിനീയറിംഗ് ഒരു മാനേജ്മെന്റ് സീറ്റ് കയറുകയാണെങ്കിൽ പോലും നമുക്കൊരു 5 ലക്ഷം പോലും ഫീസ് വരുന്നില്ല. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പൊതുവായിട്ട് പറയുമ്പോൾ, കഴിവുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എവിടേക്കാണ് കുട്ടി പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കുട്ടി ഒരു മേഖല താല്പര്യം പറഞ്ഞ് അവിടേക്ക് തന്നെ ഫുൾ കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്ന് വെച്ചാൽ താല്പര്യം നോക്കി പോവാൻ പാടില്ല, താല്പര്യത്തോടൊപ്പം കഴിവും നോക്കണം. ഇനി താല്പര്യവും കഴിവും മാത്രം പറയുമ്പോൾ കുറച്ചധികം പ്രാധാന്യം കൊടുക്കേണ്ടത് താല്പര്യത്തിനാണ് കേട്ടോ. ഞാൻ അതും പറയേ, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ബേസ്ഡ് കൗൺസിലിംഗ് ആണെങ്കിലും താല്പര്യത്തിന് നമ്മൾ കുറച്ചധികം പ്രാധാന്യം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഒരു മേഖലയിൽ നല്ല താല്പര്യമുണ്ട്, ആപ്റ്റ്യൂഡ് ടെസ്റ്റ് പ്രകാരം കഴിവ് കുറച്ചൊക്കെയാണ് കുറവുള്ളെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആ കഴിവ് കുറവിന് ഓവർകം ചെയ്യുന്ന രീതിയിൽ കുട്ടി എന്ത് ചെയ്യും? എഫേർട്ട് എടുക്കും. ഈ കുട്ടിയുടെ ഇഷ്ടം ശരിയായ ഇഷ്ടമാണെങ്കിൽ. അപ്പം കൗൺസിലിംഗ് സമയത്ത് കുട്ടിയുടെ താല്പര്യം എന്ത്, ആ താല്പര്യം ശരിയായ താല്പര്യമാണോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് ഈ റിസൾട്ടിലേക്ക് വരിക. അല്ലാതെ ടെസ്റ്റ് റിസൾട്ട് എടുത്ത് ഉടനെ തന്നെ ഇയാൾക്കിത് പറ്റും, ഇയാൾക്കിത് പറ്റില്ല, ഇതിന്
ഇയാൾ ശ്രമിച്ചിട്ട് കാര്യമില്ല, ഇതിന് ഇയാൾ ശ്രമിച്ചോളൂ എന്നങ്ങ് പറയലല്ല ചെയ്യാം. ഒരു 40-45 മിനിറ്റ് നിൽക്കുന്ന ഒരു വർത്തമാനം പറച്ചിലാണ് കൗൺസിലിംഗ്. വേറെന്താ ഉള്ളത്? ഇനി നിങ്ങൾക്ക് ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലാത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതുമാവാം. സാധാരണ ഒരു 1 hour ഒക്കെയാണ് നമ്മുടെ സൺഡേ കരിയർ ഓൺലൈനിൽ ആശ്രമവും ഉണ്ടാവാറ്. ഇന്ന് ഏകദേശം 45 മിനിറ്റ് ആവുന്നേ ഉള്ളൂ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലാത്ത എന്തെങ്കിലും സംശയങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച്, തൊഴിൽ സാധ്യതകളെ കുറിച്ച്, മത്സര പരീക്ഷകളെ കുറിച്ചൊക്കെ. വേറെ ഒരു സംശയമുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ടെസ്റ്റ് പറഞ്ഞല്ലോ, ഈ ആ ടെസ്റ്റ് ഫീസിനോടൊപ്പം തന്നെയാണ് ഈ കൗൺസിലിംഗും അതിൽ ഉൾപ്പെടാണ്. ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കൗൺസിലിംഗ് ഉണ്ടാവും. അത് ഉൾപ്പെടെയാണ് 1800 രൂപ ചാർജ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഈ ടെസ്റ്റിലൂടെ നമുക്ക് ഇപ്പോ ഏത് മേഖലയിലാണ് ജോബ് എന്നുള്ളത് മാത്രമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? നമ്മ കഴിവ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഇപ്പോ ഒരു അത്ലീറ്റ് ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, ഇല്ലെങ്കിൽ ഒരു എന്റർപ്രനർ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, ബിസിനസ് മാൻ ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, അങ്ങനെ നോക്കിയിട്ട് അങ്ങനെയും ഹെൽപ്പ് ആവുമോ ഇത്? അതൊക്കെ കരിയർ തന്നെയാണല്ലോ. ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ ഒരാൾ ഓണ്ടർപ്രണർ ആവുക എന്നുള്ള സംഗതികളൊക്കെ. അപ്പം അതതിൽ വരും സ്വാഭാവികമായിട്ടും. അതേസമയം ഒരാൾക്ക് ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കഴിവ് മാത്രം നോക്കിയാൽ പോരല്ലോ. ഞാൻ 3 കാര്യം ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. 1 ഇൻട്രസ്റ്റ്, ക്ലിയർ. 2 ആപ്റ്റിറ്റ്യൂഡ്, 3 എഫേർട്ട്. ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. അതൊന്നും ഈ ടെസ്റ്റ് റിസൾട്ടിൽ ഉണ്ടാവില്ല. അതൊക്കെ കൗൺസിലർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഫോർ എക്സാമ്പിൾ, ജോലിയുടെ സ്വഭാവം നോക്കണം, ജോലിയുടെ ചുറ്റുപാട് നോക്കണം, സാലറി നോക്കണം, സ്റ്റാറ്റസ് നോക്കണം, ആണാണോ പെണ്ണാണോ എന്നുള്ളത് നോക്കണം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നോക്കണം, വാല്യൂസ് നോക്കണം, എത്തിക്സ് നോക്കണം, പേഴ്സണാലിറ്റി ടൈപ്പ് നോക്കണം. അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റിസൾട്ട് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇൻട്രസ്റ്റ് നോക്കി പോകുന്ന ആൾക്കാരുണ്ട്, കഴിവ് നോക്കൂല. ഇപ്പം 10th കഴിഞ്ഞു, ഡോക്ടർ ആവണം, സയൻസ് എടുത്തു, +1 +2 കഴിഞ്ഞു, +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി, റിപ്പീറ്റ് ചെയ്തു, റിപ്പീറ്റ് ചെയ്തു, പിന്നെ ആയിരിക്കും ആപ്റ്റിറ്റ്യൂഡ് എഴുതാൻ വരുന്നത്. ആപ്റ്റിറ്റ്യൂഡ്സിന് വളരെ ക്ലിയർ ആവും ഈ കുട്ടിക്ക് ആ മേഖലയിൽ ടോപ്പിലേക്ക് എത്താനുള്ള കഴിവില്ല എന്ന്. ഇപ്പൊ താല്പര്യം നോക്കിപ്പോയി, കഴിവ് നോക്കിയില്ല. ഓക്കെ, അതുകൊണ്ട് താല്പര്യവും കഴിവും. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ MBAക്ക് പോകേണ്ട MBAക്കാരൊക്കെ വെറുതെ നിൽക്കുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, MBAക്കല്ല കുഴപ്പം, പോയ ആൾക്കാണ് കുഴപ്പം. ഒരു തൻ്റെ പേഴ്സണാലിറ്റി ടൈപ്പ് ഒക്കെ എന്ത് എന്ന് അറിയാതെ ഒരാൾ ഒരു മാനേജ്മെന്റ് കോഴ്സ് എടുത്ത് പോയാൽ അയാൾക്ക് അതിലങ്ങ് ശോഭിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റിസൾട്ട് പ്രകാരം ഇയാൾക്ക് നല്ല സ്കോർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, അബ്സ്ട്രാക്ട് ഉണ്ട്, ന്യൂമറിക്കൽ ഉണ്ട്, സ്പേസ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, നല്ല കഴിവുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇയാൾക്ക് ഒരു കൊമേഴ്സ് മേഖലയിലേക്ക് പോകാനുള്ള കഴിവുണ്ട്, ഇയാൾക്ക് കൊമേഴ്സ് എടുക്കാം, പോവാം എന്ന് കൗൺസിലർ പറഞ്ഞു എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റിസൾട്ട് മാത്രം വെച്ചിട്ട് തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, CA MBA, കൊമേഴ്സ് മേഖലയിലെ 2 സാധ്യതകളാണ് CA MBA. ഒരു കുട്ടിക്ക് ആപ്റ്റിറ്റ്യൂഡ് റിസൾട്ട് പ്രകാരം ഈ പറഞ്ഞ എല്ലാ കോമ്പണൻസിനും നല്ല സ്കോർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് കൊമേഴ്സ് എടുക്കാം, CAക്ക് പോവാം, MBAക്ക് പോവാം. അവിടെ പിന്നെ CAക്ക് പോകണോ MBAക്ക് പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇയാളുടെ പേഴ്സണാലിറ്റി ടൈപ്പും കൂടെ നോക്കിയിട്ടാണ്. ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ നല്ല CAക്കാരനാവാൻ പറ്റും. പക്ഷെ ഒരു ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ലൊരു മാനേജർ ആവാൻ പറ്റൂല. ഓക്കെ, അതുകൊണ്ട് പേഴ്സണാലിറ്റി ടൈപ്പും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യണം, തീരുമാനം എടുക്കണം. ആ പേഴ്സണാലിറ്റി ടൈപ്പ് ഒന്നും ഈ ടെസ്റ്റിൽ ക്ലിയർ ആവില്ല. അതിന് പിന്നെ വേറെ പേഴ്സണാലിറ്റി ടൈപ്പ് ഒക്കെ മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് കരിയർ അസസ്മെന്റ് എന്നൊരു സംഗതി ഉണ്ട്. CG അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആപ്റ്റിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോരാ, ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റി ടൈപ്പും ഒക്കെ അറിയാനുള്ള ടെസ്റ്റുകളെല്ലാം കൂടിയ ഒരു ടെസ്റ്റ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ നല്ല രീതിയിൽ തീരുമാനത്തിലേക്ക് വരാൻ പറ്റും. അതിനുള്ള ശ്രമം CG തുടങ്ങിയിട്ടുണ്ട്. അടുത്ത വർഷം ആ രീതിയിലേക്ക് ഈ CDAT-നെയൊക്കെ മാറ്റുന്നതാണ്. സാന്ദർഭിക ജസ്റ്റ് സൂചിപ്പിച്ചത് മാത്രം. സാറേ, ടെസ്റ്റ് കഴിഞ്ഞ അന്ന് തന്നെയാണോ
കൗൺസിലിംഗ് എന്ന് ചോദിക്കുന്നുണ്ട് കമന്റിൽ. ടെസ്റ്റ് കഴിഞ്ഞ അന്ന് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് സ്ലോട്ട് ഉണ്ടോ ഇല്ലെന്ന് നോക്കാവുന്നതാണ് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട്. ഓക്കെ, സ്ലോട്ട് അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ കോർഡിനേറ്റർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് സൈറ്റിൽ നമ്പർ കിട്ടും 80 86 66 4001 എന്നുള്ളത്. അപ്പൊ പീക്ക് ടൈമിൽ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം ഒരു 50-നടുത്ത് കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പൊ 50 പേർക്കും ആ ദിവസം തന്നെ കൗൺസിലിംഗ് കൊടുക്കൽ പ്രായോഗികമല്ല. ഓക്കെ, ഇനി ഒരാള് ടെസ്റ്റ് എഴുതിയ ദിവസം ഒരു 10 പേരെ ടെസ്റ്റ് എഴുതിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ചിലപ്പം 10 പേർക്കും അന്ന് തന്നെ കൗൺസിലിംഗ് കിട്ടാനും സാധ്യതയുണ്ട്. അത് അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ്, ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇനി ഒരാൾ ടെസ്റ്റ് എഴുതി ഉടനെ റിസൾട്ട് കൗൺസിലിംഗ് കിട്ടണമെന്നൊക്കെ നിർബന്ധം ഉണ്ടെങ്കിൽ കോർഡിനേറ്ററെ വിളിച്ചിട്ട് അന്വേഷിച്ച് ആളെ സംഘടിപ്പിക്കാവുന്നതാണ്. ടെസ്റ്റിന്റെ പ്രായപരിധി ചോദിക്കുന്നുണ്ട്. പ്രായപരിധി എന്നല്ല, സാധാ രീതിയിൽ നമ്മൾ ഒരു 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. 9ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. ഒരു CBSE പഠിച്ചൊക്കെ കുട്ടിയാണെങ്കിൽ 8ാം ക്ലാസ്സിലെ കുട്ടിയും എന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, നമുക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് നേരിട്ട് ചോദിക്കും. ആ നമ്പർ ഒന്നുകൂടെ പറയാൻ ചോദിക്കുന്നുണ്ട്. അത് സൈറ്റിലുണ്ട്, CGCareer.com-ലുണ്ട്, അല്ലെങ്കിൽ CG.org-ലുണ്ട്. 80 86 66 4001. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വിളിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടാവില്ല, വളരെ സിമ്പിൾ ആണ് ഇതിന്റെ പ്രൊസീജിയർ. CGCareer.com എന്ന സൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് CDAT തുടങ്ങിയ കാര്യങ്ങളും അതിൽ കാണാൻ പറ്റും. യെസ്, ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചു. ഒരാൾക്ക് ഫൈനാൻസ് മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സ്കോർ എന്തൊക്കെയാണ്? അബ്സ്ട്രാക്ട് ആൻഡ് വെർബൽ, അത് ഭയങ്കരമായിട്ട് വേണോ? അതായത് അത് നമ്മൾ ഇയാളുടെ ഏതെങ്കിലും ഒരു സ്കോർ കുറച്ച് കുറവാണ് എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നോ, ഏതെങ്കിലും ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു കോമ്പണന്റിന് നല്ല സ്കോർ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് അങ്ങോട്ട് പോവാമെന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല. എ കോമ്പിനേഷൻ ഓഫ് കോമ്പണൻസ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ഒരു കൂട്ടം ഘടകങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതിനൊരു എക്സാമ്പിൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. സയൻസിന് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ അബ്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ന്യൂമറിക്കലും സ്പേസും ഒക്കെ നല്ല രീതിയിൽ വേണം. ഇനിയിപ്പോൾ ഒരാൾ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ മാനേജ്മെന്റ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ വെർബൽ റീസണിങ്, അവസാനം പറഞ്ഞ ലാംഗ്വേജ് ടെസ്റ്റിലൊക്കെ നല്ല രീതിയിൽ സ്കോർ ഉണ്ടായിരിക്കണം. ഇതിങ്ങനെ പറയുന്ന സമയത്തും ക്ലാരിറ്റി വേണമെങ്കിൽ ഓരോരുത്തർ കേസിലും വെച്ചിട്ട് സംസാരിക്കണേ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരാൾക്ക് മെഡിക്കൽ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, നല്ല സ്കോർ വേണമെന്ന് നമ്മൾ പറഞ്ഞു. ആ നല്ല സ്കോർ വേണമെന്ന് പറയുന്ന സമയത്തും ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരാള് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS കിട്ടിയാൽ മാത്രമേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല സ്കോർ വേണ്ടി വരും, നല്ല പ്രിപ്പറേഷനും വേണ്ടി വരും നീറ്റിന് വേണ്ടിയിട്ട്. ഇനി കഴിവ് കുറച്ചൊക്കെ ഒന്ന് കുറവാന്ന് വിചാരിക്കുക, അത്യാവശ്യമൊക്കെ ഉണ്ട്, നീറ്റിന് അത്യാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ആ കുട്ടി ഒരു സെൽഫ് ഫിനാൻസ് മെഡിക്കൽ കോളേജിൽ MBBS പോകാൻ തയ്യാറാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 10 ലക്ഷം ഒരു വർഷം കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ആ കുട്ടിയോട് പറയേണ്ടത് വേറെ കുറച്ച് സ്വഭാവത്തിലായിരിക്കും. ഓക്കെ, ഇനിയിപ്പം ചില ആൾക്കാരുണ്ടാവും മാനേജ്മെന്റ് സീറ്റൊക്കെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ചെലവഴിച്ച് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ, കഴിയുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് ഒരു പക്ഷേ സ്കോർ കുറച്ച് ആപ്റ്റിറ്റ്യൂഡ്സിൽ കുറഞ്ഞാലും ഉണ്ടാവും. അത് നമ്മുടെ ഓരോ കുട്ടിയുടെ കേസ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. പൊതുവായിട്ട് ഇത്ര സ്കോർ ഉണ്ടായാൽ ഇന്നതിന് കിട്ടും, ഇത്ര സ്കോർ ഉണ്ടായാൽ ഇന്നതിന് കിട്ടില്ല എന്നൊന്നും പറയാൻ പാടില്ല. ഇനി ടെസ്റ്റ് റിസൾട്ട് പ്രകാരം സയൻസ് മേഖലയിലേക്ക് കഴിവ് കുറച്ച് കുറവാണെന്ന് വിചാരിക്കുക. എന്ന് വിചാരിച്ച് ഈ കുട്ടി സയൻസ് എടുക്കരുത് എന്ന് നമ്മൾ പറയില്ല. കാരണം ആ കുട്ടിയുടെ താല്പര്യം സയൻസ് എടുത്തിട്ട് ഒരു പാരാമെഡിക്കൽ കോഴ്സൊക്കെ ആണെങ്കിൽ വലിയ കഴിവില്ലെങ്കിലും, എൻട്രൻസ് പെർഫോമൻസ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം കേരളത്തിൽ പൊതുവെ +2 മാർക്ക് നോക്കിയിട്ടാണ് അഡ്മിഷൻ. അപ്പോൾ വലിയ സ്പീഡും വലിയ ആക്യുറസിയും അല്ലെ തീരുമാനമെടുക്കാനുള്ള വലിയ കഴിവൊന്നും ഇല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പെർഫോമൻസ് എൻട്രൻസ് ടെസ്റ്റ് കുറച്ച് പെർഫോമൻസ് താഴും. അതേസമയം എൻട്രൻസ് ഇല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ടെസ്റ്റ് എഴുതി കൗൺസിലിംഗ് സമയത്ത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വലേ പറയാൻ പറ്റുള്ളൂ.
പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിൽ സൂചിപ്പിച്ചത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? സാർ അവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടോ മെസ്സേജിൽ? ചോദ്യം ടെസ്റ്റ് ഇതുവരെ കഴിഞ്ഞ് അന്ന് തന്നെ അത് നമ്മൾ പറഞ്ഞതല്ലേ? അതിന്റെ ശേഷം ഉണ്ടോ? അവസാനമുണ്ട് സർ, ഞാൻ വായിക്കാം. ഇതുവരെ ഒരു ഉപദേശവും കിട്ടാതെ ഡിഗ്രി 3 ഇയർ ചെയ്യുന്നവർക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പ്രയോജനമുണ്ട്. ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഡിഗ്രി ഫൈനലായ കുട്ടി ടെസ്റ്റ് എഴുതി എടുത്ത വഴി ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഗൈഡൻസ് കിട്ടി പോയ ആൾക്കാരൊക്കെ ഉണ്ട്. MBBS 3-ാം വർഷം കഴിഞ്ഞ് 4-ാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ടെസ്റ്റ് എഴുതി ഈ കുട്ടിയുടെ കഴിവ് ലാംഗ്വേജ് മേഖലയിലാണ് തിരിച്ചറിയുകയും MBBS ഒഴിവാക്കി BA ഇംഗ്ലീഷിന് ചേർന്ന് ആ മേഖലയിൽ തിളങ്ങുന്ന കേസുകളൊക്കെ ഉണ്ട്. പൊതുവായിട്ടുള്ള കേസിലാണ് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുന്നത് ഈ 9 മുതൽ 12 വരെ എന്നുള്ളത്. വേറെന്താ? വേറെ പ്രത്യേകിച്ച് ആർക്കും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കരിയർ മിഷൻ പ്രൊജക്ടിന്റെ കീഴിൽ ഇപ്പോൾ കരിയർ ടോക്ക് സീരീസ് വെബിനാർ നടക്കുന്നുണ്ട്. 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ രാത്രി 8 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിലാണ്. കരിയർ പ്ലാനിംഗ് എന്ന സെഷൻ കഴിഞ്ഞു, ആഫ്റ്റർ 10th കഴിഞ്ഞു, കൊമേഴ്സ് മേഖല കഴിഞ്ഞു, ഹ്യൂമാനിറ്റീസ് മേഖല കഴിഞ്ഞു. ഇന്ന് ഷോർട്ട് ടേം കോഴ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പോളിടെക്നിക്, ITI അത്തരം മേഖലകളെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കും. നാളെ സയൻസ് മേഖലയിലെ പഠന തൊഴിൽ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ രാത്രി 8 മണിക്ക് സംവദിക്കുക. അവസാനത്തെ ദിവസം 7-ാമത്തെ ദിവസം ഫ്യൂച്ചറിസ്റ്റിക് കരിയർ എന്ന ടോപ്പിക്കിലും സംസാരിക്കും. അപ്പം അതിലേക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരെയും സാന്ദർഭികമായിട്ട് ക്ഷണിക്കുകയാണ്. ഇനിയൊന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ലുക്മാൻ സാർ, നിങ്ങൾ ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തോളൂ. ഒരു വോട്ട് ഓഫ് താങ്ക്സ് പാർട്ടിസിപ്പൻസ്. എനിക്കല്ല, പ്രിയപ്പെട്ടവരെ, സിജി കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത് മാർഗനിർദ്ദേശം ചെയ്യുന്ന ഒരു NGO ആണ്. സിജിയുടെ എത്തിക്സും വാല്യൂസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും ഈ മേഖലയിലേക്കൊക്കെ കടന്നു വരാൻ ഒരുപാട് കുട്ടികൾ മുന്നിലുണ്ട്. അവരുടെ അഭിരുചിയും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ കേരള സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. +2 കഴിഞ്ഞ് അല്ലെങ്കിൽ SLC കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി പഠനമൊക്കെ ഒരു FIUGP രീതിയിലേക്കൊക്കെ വരുന്നു. പ്രൊഫഷണൽ കോഴ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മളൊരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ കഴിവെന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എൻ്റെ അവസരങ്ങൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, സിജി ഡെവലപ്പ് ചെയ്ത CDAT പരമാവധി മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സിജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ആവശ്യമാണ്. ഈ ആസ്ക് ഫ്രം ഹോം പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്ത എല്ലാവർക്കും, ഇതിൽ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിലും സിജിയിലൊക്കെ പ്രവർത്തിക്കുന്ന സീനിയർ കൗൺസിലേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കെല്ലാവർക്കും, പാർട്ടിസിപ്പൻറ്റിനും ചോദ്യങ്ങൾ ചോദിച്ചവർക്കൊക്കെ, അതിലുപരി അസ്കർ ഷാ ഈ മേഖലയിലെ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സിജിയുടെ കരിയർ മിഷന്റെ ഡയറക്ടറാണ്. ഒരുപാട് ദിവസമായി ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അസ്കർ സാറിനും മറ്റു സിജി റിസോഴ്സ് പേഴ്സണും സിജിയുടെ കോർഡിനേറ്റേഴ്സിനും വിദ്യാർത്ഥികൾക്ക്, രക്ഷിതാക്കൾക്ക്, അധ്യാപകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത സെഷനിൽ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു, ഓൾ ഓഫ് യു. Thank you very much. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.